2026 ലേണേഴ്സ് ലൈസൻസ് എക്സാമിൽ വീണ്ടും വരുന്ന പ്രധാന 20 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എത്രയെണ്ണം ശരിയായ ഉത്തരം പറയാൻ കഴിയുമെന്ന് നോക്കാം. ചോദ്യം 1. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 112 പ്രകാരം ഡാഷ്. ഓപ്ഷൻസ്: എ. വേഗത പരിധി കവിയാൻ പാടില്ല. ബി. മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ പാടില്ല. സി. നികുതി അടയ്ക്കാതെ റോഡിൽ വാഹനം ഉപയോഗിക്കരുത്. ഡി. വാഹനത്തിന്റെ മൊത്തം ഭാരം കവിയാൻ പാടില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 2. താഴെ പറയുന്നവയിൽ ഏതാണ് എമർജൻസി വാഹന ഡ്രൈവർക്ക് വേഗപരിധി മറികടക്കാനുള്ള കാരണം അല്ലാത്തത്? ഓപ്ഷൻസ്: എ. ആരോഗ്യത്തിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നത്. ബി. ഒരു കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടി. സി. തീ അണക്കുന്നതിന് വേണ്ടി. ഡി. അടിയന്തര യോഗത്തിന് എത്താൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 3. ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 അനുസരിച്ച് റോഡിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? 1. പാലങ്ങൾ. 2. ഫെറി സൗകര്യങ്ങൾ. 3. റോഡ് ഡിവൈഡറുകൾ. 4. സ്വകാര്യ റോഡുകൾ. ഓപ്ഷൻസ്: എ. 1ഉം 2ഉം മാത്രമാണ് ശരി. ബി. 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരി. സി. 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരി. ഡി. ഈ 4ഉം ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 4. മുന്നറിയിപ്പ് നൽകുന്ന ട്രാഫിക് ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവയിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 5. വാഹനത്തിൽ അമിതഭാരം ഇല്ലെന്ന് ഉറപ്പാക്കാൻ ആരാണ് ഉത്തരവാദി? ഓപ്ഷൻസ്: എ. യാത്രക്കാർ. ബി. ലോഡ് കയറ്റുന്ന ആൾ. സി. വാഹനത്തിന്റെ ഡ്രൈവർ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 6. സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാവുന്നവരുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡാഷ് ആണ്. ഓപ്ഷൻസ്: എ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ബി. ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. സി. നികുതി രസീത്. ഡി. പെർമിറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 7. ടി ഇന്റർസെക്ഷൻ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 8. ചിത്രത്തിൽ കാണുന്ന പോലീസ് ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: എ. ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ. ബി. ടി പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. സി. വലതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ. ഡി. ഇടത്തുനിന്നും വരുന്ന വാഹനം നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നുപോകാനും. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 9. ചുവന്ന കാറിന്റെ ബ്ലൈൻഡ് സ്പോട്ടിലാണ് കറുത്ത കാർ. ഇത് എപ്പോഴാണ് അപകടകരമാകുന്നത്? ഓപ്ഷൻസ്: എ. ചുവന്ന കാറിന്റെ ഡ്രൈവർ ഇടത് പാതയിലേക്ക് ലെയിൻ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. ബി. ട്രക്ക് ഡ്രൈവർക്ക് തന്റെ പാത മധ്യപാതയിലേക്ക് മാറ്റണമെങ്കിൽ. സി. ചുവന്ന കാറിന്റെ ഡ്രൈവർ വലത് പാതയിലേക്ക് ലെയിൻ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ. ഡി. കറുത്ത കാറിന്റെ ഡ്രൈവർക്ക് മധ്യപാതയിലേക്ക് മാറ്റണമെങ്കിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ചോദ്യം 10. ഒരു വാഹനം ഓടിക്കുമ്പോൾ സാങ്കേതിക തകരാർ കണ്ടെത്തിയാൽ ഡ്രൈവർ സാധ്യമായ രീതിയിൽ ഡാഷ്. ഓപ്ഷൻസ്: എ. വാഹനം നിർത്തുക. ബി. വാഹനം റോഡിൽ നിന്ന് മാറ്റുക. സി. സർവീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഡി. പോലീസിനെ അറിയിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 11. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്ന സമയം എപ്പോൾ? ഓപ്ഷൻസ്: എ. കാലഹരണപ്പെടുന്നതിന് 1 വർഷം മുമ്പ്. ബി. കാലഹരണപ്പെട്ട തീയതി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ. സി. മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ടും ശരിയാണ്. ഡി. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 12. HSRP ഘടിപ്പിച്ച മോട്ടോർ കാറിൽ എത്ര സ്ഥലങ്ങളിൽ രജിസ്ട്രേഷൻ മാർക്ക് പ്രദർശിപ്പിക്കും? ഓപ്ഷൻസ്: എ. 2 ഇടത്ത്. ബി. 3 ഇടത്ത്. സി. 4 ഇടത്ത്. ഡി. 5 ഇടത്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. ചോദ്യം 13. വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ അനാവശ്യമായോ ഹോൺ മുഴക്കിയാൽ രണ്ടാമത്തെ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ്: എ. 500 രൂപ പിഴ. ബി. 1000 രൂപ പിഴ. സി. 1500 രൂപ പിഴ. ഡി. 2000 രൂപ പിഴ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 14. ഭാരപരിധി സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 15. നിങ്ങളുടെ വാഹനം താഴേക്കുള്ള ഗ്രേഡിയന്റിൽ പാർക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്കിനു പുറമെ ഡാഷ് ഗിയർ ഇടുക. ഓപ്ഷൻസ്: എ. ന്യൂട്രൽ ഗിയർ. ബി. ആദ്യ ഗിയർ. സി. റിവേഴ്സ് ഗിയർ. ഡി. ടോപ്പ് ഗിയർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 16. അപകടത്തിൽപ്പെടുന്ന ഏത് മോട്ടോർ വാഹനവും പരിശോധിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻസ്: എ. മജിസ്ട്രേറ്റുകൾ. ബി. AMVI റാങ്കിൽ കുറയാത്ത MVD ഉദ്യോഗസ്ഥർ. സി. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥർ. ഡി. മുകളിൽ പറഞ്ഞവർ എല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 17. മുന്നിൽ തെന്നുന്ന വഴുവഴുപ്പുള്ള റോഡ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 18. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻസ്: എ. റോഡ് സൈൻ. ബി. വഴുക്കലുള്ള റോഡ്. സി. ട്രാക്ഷൻ കൺട്രോൾ ഓൺ. ഡി. ട്രാക്ഷൻ കൺട്രോൾ തകരാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ചോദ്യം 19. നഷ്ടപരിഹാരത്തിനായുള്ള ഒരു അപേക്ഷയും അപകടം സംഭവിച്ച് ഡാഷിന് ശേഷം പരിഗണിക്കുന്നതല്ല. ഓപ്ഷൻസ്: എ. 6 മാസം. ബി. 1 മാസം. സി. 3 മാസം. ഡി. 12 മാസം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. ചോദ്യം 20. വലിയ വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നു പോകുമ്പോൾ താഴെ പറയുന്ന ഏത് റോഡ് ഉപയോക്താവിനാണ് അപകട സാധ്യതയുള്ളത്? ഓപ്ഷൻസ്: എ. കാൽനടയാത്രക്കാർ. ബി. സൈക്കിൾ യാത്രക്കാർ. സി. ഇരുചക്ര വാഹനക്കാർ. ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി.